രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളുമില്ല മിത്രങ്ങളുമില്ല എന്ന് കേട്ടിട്ടില്ലേ? ഇതാ ഇപ്പോൾ ഡൽഹിയിലും തമിഴ്നാട്ടിലുമായി സംഭവിക്കുന്നത് കണ്ടാൽ ആരും ഒന്ന് അമ്പരക്കും. ഇന്നലെ വരെ ബദ്ധശത്രുക്കളായിരുന്ന BJP-യും DMK-യും തമ്മിൽ ഡൽഹിയിൽ കൈകോർക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേൾക്കുമ്പോൾ ഒരു വിരോധാഭാസമായി തോന്നാമെങ്കിലും ഇതിനു പിന്നിൽ അതിബുദ്ധിപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമുണ്ട്. വിജയുടെ പാർട്ടിയായിട്ടുള്ള TVKയെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചതോടെ DMK സ്വന്തം തട്ടകത്തിൽ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലായി. കോൺഗ്രസ് തങ്ങളെ പിന്നിൽ നിന്ന് കുത്തി എന്നാണ് DMK പറയുന്നത്. അതിന്റെ ദേഷ്യത്തിൽ ലോക്സഭയിൽ കോൺഗ്രസ് MP-മാർക്കൊപ്പം ഇരിക്കാൻ പോലും ഇല്ലെന്ന് കാണിച്ച് പുതിയ സീറ്റിനായി സ്പീക്കർക്ക് DMK കത്തും നൽകി കഴിഞ്ഞു. കൃത്യം ഈ ഒരു ഗ്യാപ്പിലാണ് BJP-യുടെ എൻട്രി. ഇത് BJP-ക്ക് സ്റ്റാലിനോട് സിമ്പതി തോന്നി ഒരു രാഷ്ട്രീയ സൗഹൃദം സ്ഥാപിക്കുന്നൊന്നുമല്ല, മറിച്ച് കൃത്യമായിട്ടുള്ള കണക്ക് കൂട്ടലുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പവർ പ്ലേ ആണ്. എന്താണ് ആ പവർ പ്ലേ എന്ന് വിശദമായി പറയാം. കേന്ദ്രത്തിൽ ഇപ്പോൾ BJP-ക്ക് ഭരണമുണ്ടെങ്കിലും പാർലമെന്റിൽ അവർക്ക് തങ്ങളുടെ ചില നിർണായക ബില്ലുകൾ പാസ്സാക്കാൻ 3-2 ഭൂരിപക്ഷം ഇല്ല എന്നതാണ് സത്യം. അതായത് 362 സീറ്റുകൾ വേണം. നിലവിൽ NDAക്ക് ഇതിൽ 70 സീറ്റുകളുടെ കുറവുണ്ട്. ഈ ഭൂരിപക്ഷം ഒപ്പിച്ചെടുക്കാനും അടുത്ത വർഷം നടക്കാനിരിക്കുന്ന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ബാങ്ക് ഭദ്രമാക്കാനും BJP-ക്ക് DMK-യുടെ 22 MP-മാരുടെ പിന്തുണ വലിയൊരു പിടിവള്ളിയാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തെ ഈ തമ്മിലടി മുതലെടുത്ത് DMK-യെ പതുക്കെ തങ്ങളുടെ പക്ഷത്തേക്ക് അടുപ്പിക്കാനാണ് BJP ഇപ്പോൾ ചരട് വലിക്കുന്നത്. ഇതിനൊരു മുൻകാല ചരിത്രം കൂടിയുണ്ട്. മുൻപ് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് NDA സഖ്യത്തിന്റെ ഭാഗമായിരുന്നു DMK. അതുകൊണ്ട് ആ പഴയ ബന്ധം വീണ്ടും ഒന്ന് പൊടിതട്ടിയെടുക്കാം എന്നാണ് BJP-യുടെ കണക്കുകൂട്ടൽ. മാത്രമല്ല തമിഴ്നാട്ടിൽ AIADMK ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലുമാണ്. പാർട്ടി ഏതാണ്ട് പിളർപ്പിന്റെ വക്കിലാണ്. അപ്പോൾ പിന്നെ തകർന്നുകൊണ്ടിരിക്കുന്ന AIADMK-യേക്കാൾ കുറച്ചുകൂടി സ്ട്രോങ് ആയ DMK-യുമായി അടുക്കുന്നതാണ് ഡൽഹിക്ക് നല്ലതെന്ന ബുദ്ധിയാണ് BJP നേതൃത്വം പയറ്റുന്നത്. പ്രതിപക്ഷ നിരയിലെ ഏറ്റവും വലിയ പാർട്ടികളിൽ ഒന്നിനെ കൂടെ കൂട്ടാൻ കഴിഞ്ഞാൽ അത് ഇന്ത്യ മുന്നണിക്ക് നൽകുന്ന ഏറ്റവും വലിയ ഇരട്ടടി ആയിരിക്കുമെന്നും BJP-ക്ക് നന്നായി അറിയാം. ഇനി സനാതനധർമ്മവും മണ്ഡല പുനർനിർണയവും ഒക്കെ പറഞ്ഞ് BJP-യെ നിശ്ചിതമായി വിമർശിച്ചിരുന്ന DMK എങ്ങനെ BJP-യെ പിന്തുണയ്ക്കുമെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അവിടെയാണ് രാഷ്ട്രീയത്തിലെ മാജിക്. സ്വന്തം നിലനിൽപ്പ് അപകടത്തിലാകുമ്പോൾ ഏത് വലിയ പാർട്ടിയും തത്വശാസ്ത്രങ്ങൾ മറക്കും, മാറ്റിവെക്കും. BJD-യും YSRCP-യും ഒക്കെ ചെയ്തതുപോലെ NDA മുന്നണിയിൽ ചേർന്നില്ലെങ്കിലും ആവശ്യത്തിന് പുറത്തു നിന്ന് പിന്തുണ നൽകുന്ന ഇഷ്യൂ ബേസ്ഡ് സപ്പോർട്ടാണ് BJP ലക്ഷ്യമിടുന്നത്. അധികാരവും നിലനിൽപ്പുമില്ലാതെ എന്ത് സിദ്ധാന്തമല്ലേ? കോൺഗ്രസിനെ വിശ്വസിച്ചാൽ പണി കിട്ടും എന്ന് മനസ്സിലായ DMK-ക്കും BJP-യുമായി സഹകരിക്കുക എന്നത് മാത്രമാണ് ഇനി മുന്നിലുള്ള ഏക വഴി. ഇതൊരു സാധാരണ രാഷ്ട്രീയ നീക്കമല്ല. ഇന്ത്യൻ രാഷ്ട്രീയം എങ്ങനെ മാറുന്നു എന്നതിന്റെ കൃത്യമായിട്ടുള്ള സൂചനയാണത്. BJP എന്ന വലിയ ശക്തിക്ക് മുന്നിൽ വെറുതെ കൊടി പിടിച്ചെടുത്തിട്ട് കാര്യമില്ലെന്ന് പ്രാദേശിക പാർട്ടികൾക്ക് കൃത്യമായി മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. ഒന്നുകിൽ BJP-യുമായി സഹകരിച്ച് നിൽക്കുക, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുക. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. വാചകമടിയല്ല, ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളാണ് ഡൽഹിയിൽ വിജയിക്കുന്നത്. BJP ഇപ്പോൾ വെറും ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല, ഇന്ത്യയുടെ രാഷ്ട്രീയ ഗതിവിഗതികൾ നിർണ്ണയിക്കുന്ന ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ കൂട്ടുകെട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയ ചരിത്രം കുറിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക്.